ബോധ്യത്തെ ഉണർത്തുന്നു. നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് വളരെ പ്രധാനമായി ജുമായുടെ സന്ദേശമായി പറയുന്നത് തഖ്വയാണ്. ഖുത്ബയിൽ ഉടനീളം തഖ്വയുടെ വസിയത്തും അനുബന്ധമായി അത് നേടിയെടുക്കാനുള്ള വഴികളെക്കുറിച്ചും അതില്ലാതെ പോയാൽ ഉണ്ടാകുന്ന ഗതികേടിനെക്കുറിച്ചും അപകടത്തെക്കുറിച്ചൊക്കെയാണ് എല്ലാ വെള്ളിയാഴ്ചയിലും കൃത്യമായിട്ട് ഖുത്ബയിൽ പറയാറുള്ളത്. തഖ്വയുടെ വസിയത്ത് കഴിഞ്ഞാൽ ഒന്നാം ഖുത്ബ അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്നത് പിന്നെയും അതുമായി ബന്ധപ്പെട്ട ആയത്താണ്. രണ്ടാം ഖുത്ബ അവസാനിപ്പിക്കുന്ന സമയത്തും കേൾക്കുന്നത് അത് നടപ്പിലാക്കാനുള്ള ആയത്താണ്. ഒന്നാം ഖുത്ബയുടെ അവസാനം എന്താ നമ്മൾ കേൾക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക എന്ന്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ല വജിത്തിനാബു നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ ശിരസ വഹിക്കുകയും വിരോധനകളിൽ നിന്ന് മാറി നിൽക്കുകയും, അതാണ് തഖ്വ. പക്ഷെ അത് പറഞ്ഞതിന് ശേഷം പിന്നീട് ഖുർആൻ പറയുന്നത് വഖൂലു ഖൗലൻ സദീദ എന്നാണ്. നിങ്ങൾ നല്ല കാര്യം പറയുക, സത്യം മാത്രം പറയുക, നുണ പറയാതിരിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ ആദ്യം പറഞ്ഞ ഇത്തഖുല്ലാ എന്നതിൽ അത് പെട്ടല്ലോ. കാരണം ഇത്തഖുല്ലാ എന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്യുക, നല്ലത് പറയുക, നല്ലത് പ്രകടിപ്പിക്കുക, ചീത്ത പറയാതിരിക്കുക, ചീത്ത ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ്. പിന്നൊന്ന് നല്ലത് പറയുക എന്ന് വേറെ പറഞ്ഞു. വഖൂലു ഖൗലൻ സദീദ, സിദ്ഖ് പറയുക, നല്ലത് പറയുക എന്ന്. നാളെ ലാഭം എന്താണ്? യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു ശരിയാക്കി തരും. ഹൈറായ കാര്യങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകും. നല്ലതങ്ങ് പറഞ്ഞാൽ മതി. നല്ല സത്യസന്ധമായിട്ട് ജീവിച്ചാൽ, നല്ലത് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അധികരിപ്പിച്ചാൽ, ഇതൊക്കെ അതിന് തഫ്സീറുണ്ട്. പിന്നുള്ള അള്ളാഹു നിങ്ങൾക്ക് ഹൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളിൽ സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ അള്ളാഹു മായ്ക്കുകയും ചെയ്യും. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനും അവന്റെ റസൂലിനും വഴിപ്പെട്ടാൽ ഫഖദ് ഫാസ ഫൗസൻ അളീമാ, അവൻ വലിയ വിജയമാണ് കരസ്ഥമാക്കിയത് എന്ന് പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. ഇവിടെ സത്യം മാത്രം പറയുക, സത്യം മാത്രം പറയുക, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെടുക. ഇത് ഈ ലോകത്ത് അമ്പിയാക്കൾക്ക് ശേഷം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയതും പൂർണ്ണമായതിൽ വിജയിച്ചതും മഹാന്മാരായ ഔലിയാക്കളാണ്. അങ്ങനെ വിജയിച്ചാൽ അവരുടെ വിജയത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് അല്ലാഹു തആല അവർക്ക് ബഹുമതി നൽകുന്നതാണ്. ഫഖദ് ഫാസ, അവൻ വിജയിച്ചു എന്നല്ല, ഫൗസൻ അളീമ, വലിയ വിജയം. ഇതിന് ചില മഹാന്മാർ പറയുന്നത് അവന് വലിയ കറാമത്തിന്റെ ഉടമയാകുന്നതാണ്. ഏതോ സ്ഥലങ്ങളിൽ നിന്ന് ഈ വിനീതന്റെ പ്രഭാഷണം കേട്ടിട്ട് കൂടുതൽ ഗ്രന്ഥങ്ങൾ മറിക്കാതെ, അത് അറബിയാണെങ്കിലും മലയാളത്തിലാണെങ്കിലോ അങ്ങനൊരു വിഷയം എവിടെയും ഇല്ല എന്ന് പറയുന്ന അല്പജ്ഞാനികൾ വിളയാടുന്ന കാലത്ത് ഞാൻ പറയുന്നു, ഏതെങ്കിലും ഒരു തഫ്സീർ നോക്കി അങ്ങനൊരു തഫ്സീർ ഇല്ല എന്ന് പറയണ്ട. തഫ്സീർ തൊബരി എടുത്തു നോക്കൂ. ഫഖദ് ലഫറ ബിൽ കറാമത്തിൽ ഉലമാ, അവൻ ഉന്നതമായ കറാമത്ത് കൊണ്ട് വിജയിക്കുന്നതാണ്. ഇങ്ങനെ വലിയ കറാമത്തും ചെറിയ കറാമത്തുമൊക്കെ അല്ലാഹുവിങ്കിൽ നിന്ന് ലഭ്യമായ ഈ ലോകത്ത് തർക്കമില്ലാത്ത സ്വാലിഹീങ്ങൾ, അത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളിൽ പ്രഗൽഭനായ മലയാളക്കരയിൽ ജീവിച്ച ഒരു വലിയ മഹാമനുഷ്യനെയാണ് കഴിഞ്ഞ ജുമയിൽ നമ്മൾ ഓർത്തത്. കൂട്ടത്തിൽ ആ മഹാനായ ഖുതുബുസ്സമാന്റെ ഒരു കറാമത്ത് ഞാൻ പറയുകയുണ്ടായി. മരിച്ച ഭാര്യയെ അള്ളാഹുവിന്റെ ഇതിനെ കൊണ്ട്, അള്ളാഹുവിന്റെ നസ്ർ കൊണ്ട് ഖുതുബുസ്സമാൻ തങ്ങൾ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞ സമയം മുതൽ തുടങ്ങിയാണ് വിവാദങ്ങൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു പ്രസംഗം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇത് വിവാദത്തിന് വഴിയാവുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ? ഇതിനേക്കാളും വലിയ അത്ഭുതമൊക്കെ അവിടെ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? പക്ഷെ അപ്പൊ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
പക്ഷെ ഇത് പറയുമ്പോ അള്ളന്റെ കൽബിൽ തോന്നിച്ചു പടച്ചോനത് വിവാദാവോന്ന്. അപ്പൊ പറഞ്ഞതാ അത് അങ്ങനെ തന്നെ. അത് ഇവിടെ എന്ന് മാത്രല്ല, അത് പറഞ്ഞേടെ മുതൽ അതിന് പോകാനും വയ്യ, തിരിച്ചു വരാനും വയ്യ, ഇരിക്കാനും വയ്യ, ഉറങ്ങാനും വയ്യ, കുടിക്കാനും വയ്യ, വിളിയോണ്ട് വിളി. കറാമത്ത് അംഗീകരിക്കുന്ന ചില ആൾക്കാർ പറയാ അത് മൂപ്പനുണ്ടാക്കി പറഞ്ഞതാണ്. അങ്ങനെ എവിടെ ഇല്ല. ഏത് കറാമത്ത് നിഷേധികളുണ്ട്. ആ റമളാന് പെട്ടെന്ന് നിസ്കരിച്ച് പിരിയണ ഒരു കൗമില്ലേ, നമ്മളൊക്കെ 20 നിസ്കരിക്കുമ്പോ 8 നിസ്കരിച്ച് കുഴഞ്ഞാൽ പോണ ഒരാൾക്കാരില്ലേ, ഓല് ഏതായാലും അതിന്റെ വിരോധികളാണ്. ഓൽക്ക് മറുപടി അല്ല, മരുന്നാണ് വേണ്ടത്. അത് അള്ള കൊടുക്കണം, അള്ള ഹിദായത്ത് കൊടുക്കട്ടെ. പക്ഷെ കറാമത്ത് വിശ്വസിക്കുന്ന ചില ആൾക്കാർ തട്ടിക്കയറാം. അതെവിടെ ഉള്ളത്? ഒരു കൂട്ടര്. അതെങ്ങനെ ഉണ്ടാകുക? അത് നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞതല്ലേ. അതിനാദ്യം ഞാൻ കണ്ട സ്വപ്നമൊന്നും ദീനിൽ ഒരു വിഷയമായിട്ട് വിളിച്ചു പറയലില്ല. എനിക്കാ പണിയില്ല. നമ്മളൊരു കാര്യം പറയുമ്പോ അതിനൊരു ബേസ് വേണ്ടേ? എന്തെങ്കിലും എങ്ങനെ അനുമാനിച്ച് പറയാൻ പറ്റുമോ? വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ചില ചെറുപ്പക്കാരൊക്കെ ആകെ വിശ്വാസിക്കണേ, പടച്ചോനെ അത് അള്ളാഹ്ക്ക് മാത്രമല്ല കഴിയുള്ളൂ എന്ന്. ചില ആളുകൾ അതിനെ തുമ്പും പാലും ഉണ്ടാക്കാൻ വേണ്ടി ബാക്കിലടക്കുക. മമ്പറങ്ങൾ മരിച്ചവരെ ജീവിപ്പിക്കേ. സുബ്ഹാന മഞ്ചല്ല, പഠിക്കാത്തതിന് ഞാൻ ഉത്തരവാദിയല്ല. അള്ളാഹു തആല നമുക്കൊക്കെ നാഫിയ ഇൽമ തരട്ടെ. ആ ഇരിക്കുന്നത് ഖുർആനാണ്. ആ ഖുർആൻ നിർത്താനേ, ഒരു ഖുർആൻ നിർത്താം. ആ ഖുർആൻ നിർത്താൻ ചിലത് ഞാനിത് എപ്പോഴും ഞാൻ ഈ മറുപടി ഒന്നും പറയലില്ല. എനിക്ക് നേരമില്ല. വെറുതെ എൻ്റെ പറഞ്ഞു പോകുന്നല്ല. പിന്നെ വെറുതെ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുമ്പോൾ മേത്തൊക്കെ വന്ന് വീണ അങ്ങോട്ട് ഉന്തണ്ടി വരൂലേ. ഒന്ന് വീണാൽ സാരില്ല എന്ന് വെച്ച് പോകും, പിന്നെ വീണാൽ പോന്ന് പറയാന്നല്ലാതെ അങ്ങനെ ഇപ്പോൾ ഇത് മറുപടി ഞാൻ പറയില്ല. നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് കാലമായിട്ട് ഏറ്റുമുട്ടലും പ്രസംഗമൊക്കെ ഞാൻ നടത്തലുണ്ടോ? അത് നടത്താൻ വേറെ ആളുകളുണ്ട്, എനിക്ക് എൻ്റെ പണിയുണ്ട്, എനിക്ക് വേറെ വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാ ഇത് പരിശുദ്ധ ഖുർആന് സൂറത്ത് ആലിമ്രാന് 40-ാമത്തെ ആയത്ത്. സൂറത്ത് ആലിമ്രാൻ. ഈ ആദ്യം വിഡ്ഢിത്തരം നിങ്ങൾ പടച്ചോന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിഡ്ഢിത്തരം മേലാൽ പറഞ്ഞെടുക്കരുത്. ഇവിടെ ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെയും ചില ആൾക്കാർ വിത്തനം ഉണ്ടാക്കുന്നതെന്നാ കേട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ട്, അത് ഞാൻ തെളിയിക്കാം. ഈസാ നബി ഇസ്ലാം പറഞ്ഞാണ്, വലിയ ആയത്താണ്. ഇതിനില്ല, ഇത് ഈസാ നബിയാണ് പറഞ്ഞത്. മരിച്ചോരെ ഞാൻ ജീവിപ്പിക്കുന്നു. ഈസാ നബി പഠിച്ചോന ആയത്താണ്. സൂറത്ത് ആലിമ്രാനിലെ ആയത്താണ്, 49-ാം ആയത്ത്. മരിച്ചോരെ ഞാൻ ജീവിപ്പിച്ചരാന്ന്. ആര്? പഠിച്ചോനല്ല. ആര്? ഈസാ നബി. ഇത് അള്ളാന്റെ ഖുർആനാണ്. ഇത് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു ആ ജീവിപ്പിക്കുന്ന പറഞ്ഞിട്ടുള്ളൂ, ജീവിപ്പിച്ചിട്ടില്ല എന്ന്. പൊട്ടത്തരത്തിന് മറുപടി പറയേണ്ടില്ല. എന്നാൽ ഈ പൊട്ടത്തരത്തിൽ പൊട്ടന്മാര് കുടുങ്ങണ്ടല്ലോ എന്റെ പ്രസംഗം കൊണ്ട്. ഇത് ആ ആയത്തിന്റെ തഫ്സീർ എഴുതപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമാണ്. ഇതിന്റെ പേര് ഇമാം ഖുർത്തുബി എന്ന് പറഞ്ഞാൽ ലോകപ്രശസ്ത പണ്ഡിതനാണ്. തറാവി 8 സ്കരിച്ചാലും വേണ്ടില്ല, 20 സ്കരിച്ചാലും വേണ്ടില്ല. എല്ലാവരും ഖുർത്തുബി ഇമാമിന്റെ പേരിൽ റളിയല്ലാഹു അൻഹു എല്ലലുണ്ട്. ഈ മഹാൻ എല്ലാവരും അംഗീകരിക്കണം. ഈ ആയത്തിന്റെ തഫ്സീറിൽ ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം ഖുർത്തുബി റഹ്മഹുല്ല മഹാനായ ഈസാ നബി അലൈഹി സ്വലാം ഒരുപാട് ആളുകളെ ജീവിപ്പിച്ചതിന് ഉദാഹരണം പറഞ്ഞിട്ട് അവസാനം ഈസാ നബി അലൈഹി സ്വലാം പറയാണ്, ഒരുപാട് ആളുകൾ ജീവിപ്പിച്ചു. ഒന്നല്ല രണ്ടല്ല, ഒരുപാട് ആളുകൾ ജീവിപ്പിച്ചു. ഒരാള് അമ്മബനുൽ അജൂസി, ഒരു തള്ളന്റെ മോന്, തള്ളന്റെ മോൻ മരിച്ചപ്പോ ഈസാ നബിന്റെ മുമ്പ് കൂടി മയ്യത്ത് കെട്ട് ചുമന്നിങ്ങനെ പോവാ. ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. ആ ചെറുപ്പക്കാരന്റെ ഉമ്മ തള്ളായിരുന്നു എന്ന്, വേറെ ഒന്നുമില്ല. അപ്പോ ഈ മയ്യത്ത് വാങ്ങിയിട്ട് കട്ടിലും പിടിച്ചിട്ട് ഈസാ നബിന്റെ അടുത്ത് കൂടി ഇങ്ങനെ പോവാണ്. ഈസാ നബി ചോദിച്ചു, ഇത് ആരാന്ന് വെച്ചു. ആ തള്ളന്റെ മോനാണെന്ന് പറഞ്ഞു. ഈസാ നബി പറഞ്ഞു, നിങ്ങൾ കട്ടില് താഴ്ത്തേക്കെന്ന് പറഞ്ഞു. കട്ടില് താഴ്ത്തേക്ക്, അങ്ങനെയാണ് കൊണ്ടാളിയെന്ന് പറഞ്ഞു. സുബ്ഹാന മൻജല്ല. ഈസാ നബി ഇസ്ലാം അവിടുന്ന് അള്ളഹാനോട് പറഞ്ഞു, ഈ പടച്ചോനെ ഇവനെ കാട്ടുമ്പോൾ നീപ്പിച്ചാളാ, അപ്പൊ അങ്ങോട്ട് മരിച്ചുകൊണ്ടാ പറഞ്ഞു. ഫഖാമ, ആ മയ്യത്ത് കെട്ടലിനെ ഈ ചെറുപ്പക്കാരൻ അന്വേഷിച്ചു. അയാളെ തുണി മയ്യത്തായിട്ട് കൊണ്ടുപോകുമ്പോ ഇത് മൂടിയിട്ടാണ്ട് കൊണ്ടുപോയാല്, അപ്പൊ ഉള്ളതുകൊണ്ട് ഇങ്ങന്റെ ഔറത്ത് മറച്ചു. എന്നിട്ട് മൂപ്പര് ചെയ്ത പണി, ഈ കട്ടിൽ ചുമന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ, ആൾക്കാരോട് പറഞ്ഞു ആ കട്ടിൽ ഇങ്ങോട്ട് എന്നാൾ ഞാൻ കൊണ്ടുപോയിക്കോളാറ്. എന്നിട്ട് മൂപ്പര് ചുമന്നിട്ട് പൊരയ്ക്ക് കൊണ്ടുപോയി. ആരാത് പറഞ്ഞത്? ലോകപ്രശസ്ത പണ്ഡിതൻ ഇമാം ഖുർത്തുബി റഹ്മഹുല്ല. ഈ സംഭവം തഫ്സീറിന്റെ കിതാബിലൊക്കെ ഉണ്ട്. ഞാൻ ജുമാക്ക് ഒറ്റ കിതാബ് എടുത്ത് വന്നതാണ്. ഇത് സ്റ്റേജ് പ്രസംഗമല്ല. റാസിയിലുണ്ട്, റൂഹുൽ ബയാനിലുണ്ട്, എല്ലാ കിതാബിലുണ്ട്. എന്നിട്ട് ചിലർ പറയാ അത് അള്ളാഹ്ക്ക് കഴിയണല്ലേ, വേറെ ഉള്ളവർക്ക് കഴിയോ? അങ്ങനെ പറഞ്ഞ അള്ളാഹ്ക്കല. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഈസാ നബിനെ അള്ളാഹ്ക്കല പോയി ചെയ്തത്? ഈ പൊട്ടത്തരം മാത്രം പറഞ്ഞ് പഠിക്കണം എന്തിനാ?
എന്നിട്ട് ഇന്നെ ഭീഷണിപ്പെടുത്താം, മഹ്ശറിയിൽ കാണിച്ചരാ. ഞാൻ പൊള്ളു അറിഞ്ഞത്, മഹ്ശറിയിൽ ഞങ്ങളൊക്കെ അള്ളാന്റെ മുമ്പിൽ നിങ്ങളെ കൊണ്ടുവരും. പച്ച നുണ പറഞ്ഞിട്ട് ജനങ്ങളെ പഴപ്പിച്ചതിനെ കയ്യും കാലും കെട്ടി നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നൊക്കെ വെടുവായുത്തം പറയാൻ വേണ്ടി ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകളോട് ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞത് ഖുതുബുസ്സമാൻ ഭാര്യയെ കൊന്നു എന്നല്ല, ഞാൻ പറഞ്ഞത് മരിച്ച ഭാര്യയെ ജീവിപ്പിച്ചു എന്നാണ്. ഭാര്യയെ കൊന്നു എന്നാണെങ്കിൽ ശരി, ഖുതുബുസ്സമാനെ കുറിച്ച് ഒരു ആരോപണം പറഞ്ഞതാ. ഞാൻ ഭാര്യയെ കൊന്നു എന്നല്ല പറഞ്ഞത്, പിന്നെ മരിച്ച ഭാര്യയെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ജീവിപ്പിച്ചു എന്ന്. അത് ഈസാ നബി ചെയ്ത പണിയാണ്. ഈസാ നബി മാത്രല്ല, സുബ്ഹാനല്ലാഹ്. അപ്പൊ ചിലവര് അതിനൊന്നും മറുപടി പറയേണ്ടില്ല, കാരണം ഈസാ നബി ചെയ്താ പിന്നെ അഖീദ വിശ്വസിച്ച ആളുകൾക്കറിയാം, അതിന്റെ ബേസ് മനസ്സിലാക്കിയ ആളുകൾക്കറിയാം. മഹാന്മാരായ അമ്പിയാക്കളിൽ മുഅ്ജിസത്തായി സംഭവിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഔലിയാക്കളിൽ കറാമത്തായിട്ട് സംഭവിക്കാം. അതിന്റെ വ്യത്യാസം, അമ്പിയാക്കളിൽ അത് നുബുവത്തിന്റെ രീതിയിൽ സംഭവിക്കുന്നതാണ്, ഔലിയാക്കൾ അങ്ങനെ ഒരു നുബുവത്ത് വാദിച്ചുകൊണ്ട് സംഭവിക്കുന്നതല്ല എന്നേ വ്യത്യാസമുള്ളൂ. അങ്ങനെ എല്ലാ ആലിമികളും പറഞ്ഞതാണ്. എന്നാലും അങ്ങനെ വേറെ ആർക്കെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത് മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ, ഇബ്നു തൈമിയ എന്ന് പറയുന്ന എല്ലാ ആ ഉൽപ്പന്ന ആശയങ്ങളുടെ നൂതനവാദികളൊക്കെ പൊക്കി പറയുന്ന ആളുടെ ശിഷ്യനും ലോകപ്രശസ്ത പണ്ഡിതനുമാണ്. അദ്ദേഹത്തിന്റെ ലോകപ്രശസ്ത ഗ്രന്ഥമാണ് അൽ ബിദാഅത്ത് വന്നിഹായ. ഈ ഗ്രന്ഥത്തിൽ അതിന്റെ 6-ാം വാള്യം 246-ാമത്തെ പേജിൽ പറയുന്നു ഒരുപാട് സംഭവങ്ങൾ. ഞാൻ യൂട്യൂബിൽ പറഞ്ഞൊരു മറുപടി ഉണ്ട്, മരിച്ച മനുഷ്യന് മാത്രമല്ല കഴുതനെ ജീവിപ്പിച്ചു എന്ന്. കഴുതനെ ജീവിപ്പിച്ച പിന്നെ മനുഷ്യനെ അതെല്ലാം ജീവിപ്പിച്ചൂടെ? മനുഷ്യനെ ജീവിപ്പിച്ചതിനെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ യൂട്യൂബിൽ അതിന് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അത് ആവർത്തിക്കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട. കഴുതനെ ജീവിപ്പിച്ചു. അക്ബല റജുലും മിനൽ യമൻ, യമൻ ഭാഗത്ത് നിന്ന് ഒരു മനുഷ്യൻ വന്നു. ഫലമ്മാ കാന ഫീ ബഅളി ത്വരീഖി, അദ്ദേഹം വഴിമധ്യയായപ്പോൾ നഫഖ ഹിമാറുഹു, അദ്ദേഹത്തിന്റെ കഴുത അങ്ങോട്ട് കരഞ്ഞിട്ട് അങ്ങോട്ട് വീണ് ചത്തുപോയി. അങ്ങനെ ഫഖാമ, വഴിമധ്യേ കഴുതക്ക് സോക്കട ഇളകിയിട്ട് ചത്താല് പ്രശ്നമല്ലേ, യാത്ര പോയല്ലേ, അന്നത്തെ വാഹനം അതാണ്. നമ്മളിങ്ങനെ പോകുമ്പോ കാറിന്റെ ടയർ പഞ്ചറായ എന്താ കാട്ടുക, ആ നിലക്ക് കൂട്ടിക്കോളും. കഴുതാണ് ചത്തുപോയി. അപ്പൊ മുപ്പരെ നീച്ചു, ആ മുപ്പരെ ഇവിടുന്ന് നീച്ചു. എന്നിട്ട് വല്ല ഒതുർത്തു, സുമ സല്ലാ റക്അത്തൈനി, പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചു. സുമ കാല, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ജീതു മിനൽ മദീനത്തി മുജാഹിദൻ ഫീ സബീലിക വബ്തിഗാ മർളാതിക, പടച്ചോനെ ഞാന് അയാളിങ്ങനെ പറഞ്ഞു, ഞാൻ പടച്ചോനെ നിന്റെ ദീന് പ്രബോധനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്, നിന്റെ തൃപ്തിയാണ് എന്റെ ആഗ്രഹം, ഇവിടെ ചെന്ന് പരീക്ഷക്കല്ല റബ്ബേ, അതുകൊണ്ട് ഈ കഴുതക്കപ്പ ജീവൻ നൽകണേ റബ്ബേ എന്ന്. കഴുത അങ്ങോട്ട് നീച്ചു. ആ കഴുതപ്പുറത്ത് കയറിയിട്ട് 2ാമത് മുപ്പര് യാത്ര ചെയ്തു എന്ന്. ഇബ്നു കസീർ റഹ്മഹുല്ലാ, ഇവരൊക്കെ ഒന്ന് നരകത്ത് കൊടുത്തിട്ട് മതി എന്നെ. ഇവരൊക്കെ പോണ നരകത്തിലാണെങ്കിലേ ഇവരൊക്കെ ആദ്യം നരകത്ത് കൊണ്ടുവരിക. ഇതൊക്കെ ഇവരെ എന്തിനാ എഴുതിച്ചത്? പൊട്ടത്തര എഴുതിച്ച്. ഈ കിതാബിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ അന്ന് എന്റെ പ്രസംഗമാണ് നിർത്തും ഞാൻ. വെറുതെ ഞാൻ കള്ളം പറഞ്ഞു പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നിൽക്കണ്ട. കിതാബിൽ അങ്ങനെ ഇല്ല എന്ന് ഒരു ആൺകുട്ടി പറഞ്ഞാൽ അന്ന് എന്റെ പ്രസംഗമാണ് നിർത്തും. ഇത് വെറുതെ മറിച്ച് കാണിക്കല്ല. അപ്പൊ ഇനി ഇവിടെ ചർച്ചാ വിഷയം മമ്പൃതങ്ങളാണ്. മമ്പൃതങ്ങളെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാ പറയാ? ഒരു കാര്യം, മമ്പൃതങ്ങളെ കുറിച്ച് ഖുർആനിൽ ഉണ്ടാവോ? എന്നെ കുറിച്ച് ഖുർആനിൽ ഉണ്ടാവോ? നിങ്ങളെ കുറിച്ച് ഉണ്ടാവോ? നിങ്ങളെ വാപ്പാരാ? വാപ്പാന്റെ പേര് അത് ഹദീസിലുണ്ടോ? പിന്നെ എന്താ തെളിവ്? എന്താ തെളിവ്? അല്ല, തെളിവ് പറഞ്ഞാൽ മതി. ഇല്ല. അപ്പൊ മനസ്സിലായില്ലേ? എല്ലാത്തിനും ഖുർആനും ഹദീസും വേണ്ട. മമ്പൃതങ്ങളെ കുറിച്ച് ഖുർആൻ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഖുർആൻ ഇറങ്ങണതിന് മുമ്പ് ഉണ്ടാവണം, അല്ലെങ്കിൽ അക്കാലത്തുണ്ടാവണം. ഹദീസിൽ ഉണ്ടാണെങ്കിൽ അക്കാലത്തുണ്ടാവണം, അതിന് മുമ്പ് ഉണ്ടാവണം. മമ്പൃതങ്ങൾ പിന്നെ വരുന്നത്. അപ്പൊ മമ്പൃതങ്ങളെ കുറിച്ചൊരു സംഭവം പറയല് 2 രീതിയിലാണ്. ഒന്ന്, അവർക്ക് ഇങ്ങനെ ഒരു കറാമത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസ്തരായ കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കാത്ത ഒരാൾ പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാം. ഉൾക്കൊണ്ട് എനിക്ക് പ്രസംഗിക്കാം. എനിക്കത് കിതാബിൽ കണ്ടോളന്നില്ല. അങ്ങനെയല്ലോ കുറെ കറാമത്തുള്ളത്. ഞാൻ ഇപ്പൊ എന്റെ കുടുംബത്തിൽ, എന്റെ ഉമ്മാന്റെ ഭാഗത്താണെങ്കിലും ബാപ്പാന്റെ ഭാഗത്താണെങ്കിലും കുടുംബത്തിൽ ഒരുപാട് ഔലിയാക്കളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടില്ല. എന്റെ ഉമ്മ മെഞ്ഞാൻ എന്നോട് പറഞ്ഞു, എന്റെ വല്യമ്മാന്റെ വല്യപ്പ മുഹറം മാസത്തിൽ പറഞ്ഞു, ഞാൻ 8-ന് മരിക്കും, മരിച്ചാൽ 9 നിങ്ങൾ മറയണം. ഞാൻ 9-ന് മരിക്കും, അങ്ങനെ മരിച്ചാൽ 10 നിങ്ങൾ മറയണമെന്ന്. 9-നെ മരിച്ചതും 10-നെ മറയതും അത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്റെ അമ്മ എന്നോട് പറഞ്ഞു. അത് ഖുർആനിലുണ്ടാവില്ല, ഹദീസിലുണ്ടാവില്ല, അത് ഞാൻ പുസ്തകത്തിലും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിച്ചോളന്നില്ല. കാരണം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് തള്ളാതൊരു വിഷയമല്ല. പക്ഷെ എനിക്കത് വിശ്വസിക്കണമെങ്കിൽ എന്റെ ഉമ്മ പറഞ്ഞ ധാരാളാണ്.
എന്നതുപോലെ മമ്പുറങ്ങളെ കുറിച്ച് ഞാൻ അംഗീകരിക്കുന്ന വലിയ പണ്ഡിതന്മാർ ചെറുപ്പത്തിലെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആദർശേരി മാമുസ്ലിയർ വലിയ സൂഫിയായിരുന്നു, വലിയൊരു പണ്ഡിതനായിരുന്നു, കേരളത്തിൽ അറിയപ്പെട്ട വാഴായിരുന്നു. അദ്ദേഹം പ്രസംഗിക്കാറുണ്ട്, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കോയക്കോട് സാഹിബ് പറയാറുണ്ട്. അപ്പോ എനിക്കത് വിശ്വസിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ വിശ്വസിക്കണ്ട. ആയത്തോ ഹദീസിനെതിരല്ലാന്ന്. ആയത്തുകൊണ്ട് ഈസാ നബി ഇങ്ങനെ മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വേറെയും മഹാന്മാർ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ മമ്പുറങ്ങൾ ഒരു മഹാനായിരിക്കെ ഉണ്ടാവാ എന്ന് ഞാൻ വിശ്വസിച്ചിട്ട് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ വിശ്വസിക്കണ്ട. കാരണം ഖുർആനല്ലല്ലോ. അതെനിക്ക് ഗ്രന്ഥം കൊണ്ട് തെളിയിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് വലിയ മഹാന്മാർ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചതാണ്. എന്നാലും ചില ആളുകൾ പിന്നെ അയിമ കൂടാണ്. എന്നാലും എന്നാ അതാ കണ്ടോളെ, ഇത് പാങ്ങല അയമട്ടൂലേര് എഴുതിയ പുസ്തക. പാങ്ങല അയമട്ടൂലേര് എന്ന് പറഞ്ഞാൽ ആരെയാ? സമസ്തന്റെ ശില്പിയാണ്. 4 മദ്ഹബിലും കഴിവുള്ള ആളായിരുന്നു. ഖുർആന്റെ ഉള്ളും പുറവും പഠിച്ച ആളാണ്. വലിയ ഭാഷാ പണ്ഡിതനാണ്. കേരളത്തിൽ പത്രപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ആളാണ്. സമസ്തക്ക് വേണ്ടി ജീവിതാവസാനം വരെ സന്ധിയില്ല പടവെട്ടിയ മഹാനാണ്. വലിയ കാഴ്ചപ്പാടുള്ള വലിയ പണ്ഡിതനാണ്. വലിയ ഔലിയാക്കൾക്ക് ദർശനത്തി കൊടുത്ത മഹാനാണ്. അവരെഴുതിയ പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ അതുണ്ട്. ഈ പുസ്തകത്തിൽ അതുണ്ട് എന്നല്ല, ദാറുൽ യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പുറത്തിറക്കിയ ഈ മൗലിദടക്കം അതിന്റെ വിവർത്തനത്തിന്റെ ഈ പുസ്തകത്തിന്റെ പുറം ചട്ടയിൽ ഉള്ളതെന്നാ കറാമത്താ. നോക്കി, തങ്ങൾ കൊയിലാണ്ടിയിലെത്തി ഭാര്യയുടെ ജനാസയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ എന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടും നീ മരിക്കണ്ട, അള്ളാഹിന്റെ അനുവാദത്തോടെ നീ എഴുന്നേൽക്കുക. അവർ എഴുന്നേറ്റു. പിന്നീട് പിന്നീടുള്ള ജീവിതത്തിൽ ദാമ്പത്യത്തിലാണ് ഫളൽ പൂക്കോയ തങ്ങൾ എന്ന അത്യാത്ഭുത വ്യക്തിത്വം ലോകത്തേക്ക് പറന്നു വീഴുന്നത്. മഹത്വങ്ങളുടെ ജീവിതം വായിക്കപ്പെടുമ്പോഴാണ് അവരുടെ സ്ഥാനം മനസ്സിലാക്കപ്പെടുക എന്ന് പുറഞ്ചട്ടമേ, ഉള്ളിലല്ല, ഉള്ളിക്ക് പോയ വേറെ. ഇനി വലിയ 800 ചില്ലാൻ പേജിലുള്ള വലിയൊരു പുസ്തകമുണ്ട്, എന്റെ റൂമിലുണ്ട്. അതിന്റെ 175-ാമത്തെ പേജിലുണ്ട് മമ്പുറങ്ങൾക്ക് എങ്ങനെ ഒരു കറാമത്ത് സംഭവിച്ചു എന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ചിലർ പറയാ ഉറങ്ങി നീച്ച് പിരാന്ത് പറഞ്ഞതാണ്. അള്ളാഹു താല അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ഹിദായത്ത് ഇല്ലെങ്കിൽ പുറത്തല്ല, പുറത്താ കിട്ടുക, നടുമ്പുറത്ത്. കാരണം ഇത് ഞാനല്ല, കുത്തുബുസ്സമാനെ അപ്പുറത്തുള്ളത് ഒരാൾ പറയാൻ. എന്നിട്ട് ഇന്നലെ ഫേസ്ബുക്കിൽ ഒരാളെ കുറിച്ചും വലിയ എന്ന് പറയാൻ പറ്റൂല, എന്നിട്ട് മൂപ്പര് വിശദീകരിക്ക, മോമിനാന്ന് പറയാൻ പറ്റൂല, കാഫറാന്ന് പറയാൻ പറ്റൂല, മുനാഫിക്കാന്ന് പറയാൻ പറ്റൂല, അതൊക്കെ പരലോകത്തിനെ തീരുമാനാവുള്ളൂ. അപ്പൊ പറഞ്ഞ ആളിപ്പോ മോമിന കാഫറ അല്ല, അയാളെ ഒന്നും പറയാൻ പറ്റൂലല്ലോ. ഇപ്പൊ നമുക്ക് മരിച്ചാ മയ്യത്ത് സ്കരിക്കണോ വേണ്ടേ? നമ്മളിപ്പോ ഒരാളെ പേരിൽ മയ്യത്ത് സ്കരിക്കുന്നത് അയാൾ മോമിനാന്റെ പേരിലാണ്. മോമിനാന്നുള്ള വിശ്വാസം കണ്ടാ ഞാൻ തക്ബീറിട്ടണേ, നിങ്ങൾ തക്ബീറിട്ടണോ? കാഫറിന് വേണ്ടി സ്കരിക്കോ? കാഫര്യങ്ങളിൽ എത്ര നല്ല ആൾക്കാരുണ്ട്. സമൂഹത്തിന് നന്മ ചെയ്ത ആളുകൾ, ധർമ്മം ചെയ്ത ആളുകൾ, മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചവര്, ഗാന്ധിജിയെ പോലെയുള്ള ആളുകൾ, വേറെ ഒരുപാട് ആളുകൾ. അവരൊക്കെ മരിച്ച നമ്മൾ മയ്യത്ത് സ്കരിക്കോ? കാരണം നമുക്ക് പറ്റൂല. അപ്പൊ നമ്മളിവിടെ പള്ളിയെ കൊണ്ടുവന്ന ഒരാളെ പേരിൽ മയ്യത്ത് സ്കരിക്കുന്നത് അയാൾ മുസ്ലിമാനെന്ന് തന്നെ പേരില്ല. ഇപ്പൊ ഒരാളെ കുറിച്ച് ദുനിയാവില് മുസ്ലിമാന്ന് പറയാൻ പറ്റൂല, കാഫറാന്ന് പറയാൻ പറ്റൂല, മുനാഫിക്കാന്ന് പറയാം, ഇങ്ങനെ ഒക്കെ അഹറിന് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ എന്താ പറയാൻ പറ്റാ? മൊയ്തുട്ടി നിങ്ങളപ്പാന്റെ പേരെന്താ? എപ്പന്നെയാണ് ഉറപ്പാ? പേനെന്ന് ഉമ്മ പറഞ്ഞു. എന്താ ഉറപ്പ്? എന്താ ഉറപ്പെന്ന് മൂപ്പര വാപ്പ എന്ന് ഉമ്മ പറഞ്ഞു. അപ്പൊ വിശ്വസിച്ചു. അപ്പൊ ഒരാൾ പറയാ ഇവിടെ ആളെ കുറിച്ച് വാപ്പയെന്ന് പറയാൻ പറ്റൂല, കാരണം ഉറപ്പില്ല, അത് മാസ്റ്ററിലെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മോൻ വാപ്പനോട് വെച്ച്, മനുഷ്യ അസ്സലാമു അലൈക്കും. മനുഷ്യാന്നോ? ഞാൻ വാപ്പല്ലടാ. വാപ്പയും തീരുമാനിക്കാൻ പറ്റൂല, അത് ഉമ്മ പറഞ്ഞിട്ടേ ഉള്ളൂ, അത് മാസ്റ്ററിലെ തീരുമാനാക്കാം. ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ എന്താ ചെയ്യ? പൊട്ടത്തരം എന്നല്ലാതെ. ഇവിടുന്ന് നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നതിന് മാനദണ്ഡല്ലേ, അങ്ങനെയല്ലേ ഇവിടെ പോവാ. പിന്നെ യഥാർത്ഥം പരലോകത്തുണ്ട്, അത് വേറെ. നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ചരിത്ര വിശുദ്ധി, അവരുടെ ജീവിതം, അവരുടെ തഖ്വ, അവരുടെ ഇൽമ്, അതിനനുസരിച്ചുകൊണ്ട് ആളുകൾ എങ്ങനെ വിലയിരുത്തും. വിലയിരുത്തിയവർ നമുക്ക് പറഞ്ഞു തരും. അത് ഏത് കാര്യം അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉദാഹരണം പറഞ്ഞില്ലേ, ശരീരത്തിന്റെ കാര്യം, റൂഹിന്റെ കാര്യം. റൂഹിന്റെ മഹത്താണ് വിലായത്ത്, കറാമത്ത്. ശരീരത്തിന്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ. ഡോക്ടർ ഇപ്പൊ നമ്മളെ നല്ലോണം പരിശോധിച്ചിട്ട് പറഞ്ഞു, ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് കുടൽപ്പുണ്ണുണ്ട് പറഞ്ഞു. പറയാൻ പറ്റൂല, കാരണം ഇവിടെ നമുക്ക് പറയാൻ പറ്റൂല, അള്ളയൊക്കെ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുടൽ പുണ്ണായിട്ട് അങ്ങോട്ട് ജീവാണ്ട് പോവാ തന്നെ. അതിന് മരുന്ന് കുടിക്കാൻ അവിടെ വേണ്ടത്. അതിനെ കുറിച്ച് പറയുന്ന ആളെ പറഞ്ഞാൽ സ്വീകരിക്കാം, അതിന് അങ്ങോട്ട് വളരെ നിൽക്കണ്ട. എന്നതുപോലെ കുത്തുബുസ്സമാന സയ്യിദ് അലവിൽ മംഫുറമി വലിയാണ് എന്ന് കാലഘട്ടം തെളിയിച്ചതാണ്.
എന്നിട്ട് 200 കൊല്ലത്തിന് ശേഷം ഒരാളിങ്ങനെ ഭ്രാന്ത് ഇളകിയിട്ട് പറ്റൂല എന്ന് പറഞ്ഞാല് ഗുരുത്തക്കേട് തട്ടുന്നത് ശ്രദ്ധിച്ചോ. ലലാലത്ത് പോയി വീഴാൻ നിൽക്കണ്ട. ഗുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് തല കറങ്ങി വീഴുന്നല്ല. ഗുരുത്തക്കേട് 2 നിലയിൽ തട്ടും. ഒന്ന് ശരീരത്തിന് തട്ടും. ശരീരത്തിന് തട്ടിയാൽ ശരീരത്തിന് പരിക്ക് വരും. അത് മഹാന്മാരായ ഔലിയാക്കൾ തട്ടിയിട്ടുണ്ട്. അതിലേറെ വലിയ ഗുരുത്തക്കേട് എന്താ അറിയോ? ജീവൻ പോകുമ്പോ ഈമാൻ അങ്ങോട്ട് ഊരപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്നെ പരിഹസിക്കാൻ വേണ്ടി, ഖുതുബുസ്സമാൻ അവമതിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഇറങ്ങുന്ന മുഴുവൻ ആളുകളും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കുക, കളവ് പറഞ്ഞത് ഞാനല്ല. മഹാന്മാരായ ഔലിയാക്കളും പണ്ഡിതന്മാരും എഴുതി വെച്ചതാണ് ഞാൻ പറഞ്ഞത്. മഹാന്മാരായ പണ്ഡിതന്മാരുടെയും ഔലിയാക്കളുടെയും ചരിത്രകാരന്മാരുടെയും ഗ്രന്ഥത്തിലുള്ള സംഭവം പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്കെതിരല്ല, ഇമാമിങ്ങൾ പഠിപ്പിച്ച സംഭവങ്ങൾക്ക് എതിരല്ല. ഈസാ നബി അലൈഹിസ്സലാം ജീവിപ്പിച്ചിട്ടുണ്ട്. സഹാബാക്കളുടെ കാലത്ത് അത് സംഭവിച്ചിട്ടുണ്ട്. പിൽക്കാലത്തും അത് സംഭവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആരും എപ്പോഴും എല്ലാവരെയും എഴുന്നേൽപ്പിക്കുമെന്നല്ല പറഞ്ഞത്. ഈസാ നബി തന്നെ ഉമ്മയെ ജീവിപ്പിച്ചിട്ടില്ല, വല്യമ്മയെ ജീവിപ്പിച്ചിട്ടില്ല. ആദം അലൈഹി ഇസ്ലാമിന്റെ മകനെ ജീവിപ്പിച്ചിട്ടുണ്ട്. അത് ഈസാ നബി ആദം നബിയെ ജീവിപ്പിച്ചിട്ടില്ല. അത് നമുക്ക് തോന്നുന്നതനുസരിച്ച് കൊണ്ടല്ല അവർ ജീവിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് എന്ന് ഒരുപാട് കറാമത്തുകളുടെ സ്വാഹിമായ മഹാനായ ഖുതുബുൽ അഖ്താബ് തന്നെ പറഞ്ഞില്ലേ? വല്ലാമീലെ തീനും എന്നെ വീളിപ്പോർക്ക് വഴികൂടാവൂ തീരം നൽകും ഞാനെന്നോവർ ആരാനും ചോദിച്ച അവനോട് ചൊല്ലുമേ അനുവാദം വന്നാൽ പറയും ഞാനെന്നോവർ. അത് അള്ളാഹും അവരും തമ്മിലുള്ളൊരു ബന്ധമാണ്. അതാ ശൈഖ് ജിലാനി പറഞ്ഞേ, നിങ്ങൾ എവിടുന്ന് വിളിച്ചാലും ഞാൻ ഉത്തരം നൽകും, പക്ഷെ അള്ളാഹു എനിക്ക് ഇതിന് തരണം. അള്ളാഹ് വേണ്ട ഇടപെടണ്ടെന്ന് പറഞ്ഞാൽ ഇടപെടൂല. അത് അള്ളാഹും തമ്മിലുള്ള ബന്ധം. ആരെ എഴുന്നേൽപ്പിക്കണം, എപ്പോ എഴുന്നേൽപ്പിക്കണം, എത്ര ആളെ എഴുന്നേൽപ്പിക്കണം, അതൊന്നും നമുക്കറിയില്ല. എഴുന്നേൽപ്പിച്ച സംഭവം എന്ന് പറയുമ്പോ എന്താ അവിടെ എഴുന്നേൽപ്പിക്കാത്തത് എന്നല്ല ചോദിക്കുക. ഓരോരുത്തരും അങ്ങനെ പൊട്ടത്തര. ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചിട്ട് കുറെ പൊട്ടത്തരം ചോദിച്ചു, എന്തൊക്കെയോ ചോദിച്ചു. കാരണം മൂപ്പരെ വലിയ വേജാറ് എന്താ അറിയോ? മറുപടിയാണ് കിട്ടിയപ്പോ പിന്നെ ഉണ്ടാട്ടില്ല, പിന്നെ പിടിച്ച് തൂങ്ങാം. മൂപ്പര് പറയാ അങ്ങനെ ആകുമ്പോ പിന്നെ മമ്പുറങ്ങൾ ഭാര്യന്റെ താട കെട്ടിയിട്ടുണ്ടാവൂലേ, നീച്ചപ്പോ അതെന്തേ കാട്ടിയെന്ന് നോക്കാൻ. നിങ്ങൾ പൊട്ടത്തരം അല്ല, വലിയ കാര്യമായിട്ട് ചോദിക്കാം എന്നെ കൊടുക്കാൻ വേണ്ടിട്ടേ. അല്ല, മയ്യത്തായി കിടക്കുമ്പോ എന്ത് കെട്ടിയിട്ടുണ്ടാവും? താട കെട്ടിയിട്ടുണ്ടാവും. നീക്കുമ്പോ തൊള്ള പൂട്ടിയിട്ടാണോ നീച്ചത് എന്ന്. മൂപ്പരെ ബേജാറ് പൈമല, തൊള്ള പൂട്ടിയിട്ടാണോ നീച്ചത് എന്ന്. എന്തെല്ലാം പൊട്ടത്തര. ഇങ്ങനെ കണ്ട് ചോദിക്കാന്നാൽ ഇപ്പൊ ഒരാൾ ചോദിക്കാണ്, അള്ളാഹുവിന്റെ റസൂൽ ഭൂമിയിൽ നിന്നപ്പോ ആകാശത്തിന്റെ അമ്പിളി വിരല് കൊണ്ടിട്ട് പിളർത്തി സംഭവല്ലേ? അപ്പൊ ഒരാളിങ്ങനെ അതെങ്ങനെ വിരല് കൊണ്ടി പിളർത്തുക? അപ്പൊ അവിടെ നായിട്ട് പാറ ഉണ്ടായില്ലേ, അതൊക്കെ കീറൂലേ? അല്ല, അമ്പിളി മേലല്ലേ. ഈ വിരൽ അങ്ങനെയാണ് ചൂണ്ടുമ്പോ അവിടെ കുറെ ഈത്തപ്പഴന്മാരുണ്ടായില്ലേ, അവിടെ അബൂജാലിന്റെ തല ഉണ്ടായില്ലേ, അതൊക്കെ പൊളിയില്ലേ? എന്താ അത് പൊളിയാത്തത്? ഇങ്ങനെ അങ്ങോട്ട് ചോദിച്ചപ്പോ എന്താ ചെയ്യുന്നത്? ഈ സംഭവിച്ചത് ശരിയാണോ അല്ലേ? പിന്നെ എന്താ മറ്റേത് സംഭവിക്കാത്തെന്നുള്ള ചോദ്യമല്ല. അത് ഏത് കാര്യം അങ്ങനെയല്ലേ? മറ്റേത് സംഭവിക്കാത്ത എന്താന്നുള്ളൊരു ചോദ്യമല്ല. അതുകൊണ്ട് ലലാലത്തിൽ പോയി പെടാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞ നിന്റെ അടുത്ത് തുമ്പും പാലൊക്കെ ഉണ്ട്, വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് കളവ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സ്വയം കളവ് പറഞ്ഞിട്ട് കുഴിയിൽ ചാടാൻ നിൽക്കണ്ട. ഹിദായത്തിന്റെ കാര്യമാണ്. ഇവിടെ ഞാനാണെങ്കിൽ അപ്പുറത്ത് ഖുതുബുസ്സമാൻ അസയ്യിദ് അലവിൽ മംഫുറമിയാണ്. അവരെ കുറിച്ച് കൃത്യമായിട്ട് വായിച്ച് പഠിച്ചതാണ് ഞാൻ പറഞ്ഞത്. കറാമത്ത് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകളെ എനിക്ക് നിങ്ങളോടെ സങ്കടമുള്ളൂ, മറ്റവരോട് എനിക്ക് സങ്കടമില്ല. കാരണം അവർ നേരത്തെ ലലാലത്തിലാണ്. അവർ അല്ലാഹു തആല ഹിദായത്തിലാക്കട്ടെ. പക്ഷെ കറാമത്തൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഇത് ഞാൻ വെറുതെ മെനഞ്ഞുണ്ടാക്കി പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് വെറുതെ കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് ആഹാരം നഷ്ടപ്പെടുത്താൻ നിൽക്കണ്ട. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പറഞ്ഞും കേട്ടൊക്കെ അള്ളാഹു തആല കബൂലാക്കട്ടെ. അള്ളാഹു ഹിദായത്തിന്റെ മാർഗത്തിലായി ഉറപ്പിച്ചു നിർത്തി ഹിദായത്തിലായി നമ്മളെ മരിപ്പിക്കട്ടെ. ഒന്നുകൂടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മപ്പെടുത്തുകയാണ്. ചുറ്റുഭാഗങ്ങളിലായി കടന്ന ഒരുപാട് മഹാന്മാർ നമ്മളിൽ നിന്ന് നമ്മുടെ കൂടെ വന്നിരുന്നവർ, നമ്മുടെ കൂടെ ഭക്ഷണം കഴിച്ചവർ, നമുക്ക് ഭക്ഷണം നൽകി വളർത്തിയവർ, വസ്ത്രം നൽകി സ്നേഹിച്ചവർ, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പെങ്ങന്മാർ, പിതാക്കന്മാർ, ഉസ്താദുമാരെ കൂടെ പഠിച്ചവർ, സഹപാഠികൾ, അയൽവാസികൾ, അങ്ങനെ പലരും പള്ളിയുടെ ചുറ്റുഭാഗത്തും കിടക്കുമ്പോൾ മുങ്ങി
മുങ്ങിത്താകുന്ന വെള്ളത്തിൽ ഒരാൾ പുൽത്തുമ്പിന് വേണ്ടി കൊതിക്കും പോലെ ജീവിച്ചിരിക്കുന്നവരില്ലെന്ന്, ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി മരിച്ചുപോയവർ കൊതിക്കുന്നതാണെന്ന് പറയപ്പെടുമ്പോ പ്രിയപ്പെട്ട സഹോദരാ, ഞായറാഴ്ചയിൽ നടക്കുന്ന സിയാറത്തിൽ പങ്കുചേരണേ. 18-ാം തീയതി ചൊവ്വാഴ്ച നടക്കുന്ന മുഅല്ലിം ഡേ സമ്മേളനവും മജ്‌ലിസിനോടും അനുബന്ധമായ നസീഹത്തിലുമൊക്കെ പ്രിയങ്കരനായ ഉസ്താദ് മുഹമ്മദ് ഊട്ടി വൈസിയും ഇൻഷാ അല്ലാഹ് ഞാനുമൊക്കെ പങ്കെടുക്കും. മറ്റ് പലരും ഉണ്ടാകും. അതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ സ്വാലിഹായി ജീവിച്ച് തഖ്വയോടെ ജീവിച്ച് കള്ളം പറയാതെ സത്യം മാത്രം പറയാൻ പരിശീലിച്ച് പഠിച്ചുകൊണ്ട് സത്യം പറഞ്ഞ് ജീവിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരമസത്യവാക്യം ഒഴിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാക്കി പുഞ്ചിരിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബേ, ഇവിടെ നൽകിയ സംഭാവനകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരിൽ നിന്ന് മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. രോഗികൾക്ക് ശിഫാ നൽകണേ തമ്പുരാനെ. പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കണേ തമ്പുരാനെ. മഹാന്മാരൊക്കെ എഴുതി വെച്ചത്, മൗലിദിലൊക്കെ പരന്നു കിടക്കുന്നത്, മമ്പുറതങ്ങളെ കൊണ്ട് അറിയപ്പെട്ടൊരു സംഭവം ഞാൻ പറഞ്ഞപ്പോ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഈ മുത്തഅല്ലിമിനെതിരെ ഉയർന്നു വരുന്ന വെല്ലുവിളിയോ വിവാദങ്ങളും നിനക്കറിയാം റബ്ബേ. തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നല്ല ബോധം കൊടുത്തുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കണേ തമ്പുരാനെ. ലലാലത്തിൽ പോയി പെട്ടുകൊണ്ട് ഇതിനു വേണ്ടി രാപ്പകൽ ഭേദമന്യ ഉറക്കൊഴിച്ചുകൊണ്ട് എന്നെ ഒന്ന് പെടുത്തിക്കളയാ, ഇനി എന്തുണ്ട് മാർഗമെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് നല്ല ബോധം കൊടുക്കണേ അല്ലാ. ഇല്ലെങ്കിൽ അവരുടെ സകല ശർറുകളിൽ നിന്നും നിന്റെ മഹലായ ഫള് കൊണ്ട്, ഹബീബായ നബിയുടെ ബറക്കത്ത് കൊണ്ട്, മമ്പുറന്തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് നിന്നെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മറ്റ് മുത്തഅല്ലിമീങ്ങളെയും അലിമീങ്ങളെയും കാത്തുരക്ഷിക്കണേ റബ്ബേ. മമ്പുറന്തങ്ങളുടെ ഇസ്സത്ത് കൊണ്ട് ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ. അവരെ കുറിച്ച് ഞാൻ ഇല്ലാത്തത് പറഞ്ഞതല്ല, അവരെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ എന്താണോ ഇന്ന് മാർഗമെങ്കിൽ ആ മാർഗം അവലംബിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ദുആക്ക് ഇജാബത്തുള്ള സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ദഅവത്തിനുള്ള അവസരം നീ വർദ്ധിപ്പിക്കണേ അല്ലാ. നിന്റെ മാർഗത്തിലുള്ള മുഹിബ്ബീങ്ങളെ പല നാടുകളിലും നൽകണേ അല്ലാ. സകല കട്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് നീ ഹിമ്മത്തും ഖുവത്തും ഖുദ്റത്തും നൽകണേ തമ്പുരാനെ. ഈ സദസ്സിലെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. വളരെ പാവപ്പെട്ട